ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അൺബോക്സിങ് മറ്റൊരു ടാബ്ലറ്റ് ആണ്. ഒരു 5G ടാബ്ലറ്റ് ആണ്. പോക്കോൻ്റെ ഏറ്റവും പുതിയ ബജറ്റ് 5G ടാബ്ലറ്റായ പോക്കോ പാഡ് 5G ആണ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഇതിൻ്റെ വളരെ ക്വിക്കായ ഒരു അൺബോക്സിങ്, ഇതിൻ്റെ എക്സ്പീരിയൻസും ബാക്കിയുള്ള ഹാർഡ്വെയർ ആസ്പെക്ട്സും എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നതാണ്. അപ്പോൾ ഇത് വരുന്നത് സ്നാപ്ഡ്രാഗൺ 7S Gen 2 ചിപ്പാണ്. അതിനൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഇതിനകത്ത് 5G ഉണ്ടെന്നുള്ളത്. അതായത് നമുക്ക് ഒരു സിം കാർഡ് ഇട്ട് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ 5G ആക്സസ് ചെയ്യാന്നുള്ള ഒരു കൺവീനിയൻസ് കൂടിയുണ്ട്. കാരണം ഏറെക്കുറെ ടാബ്ലറ്റ്സ് എല്ലാം വൈഫൈ വേർഷനാണ്. 5G വേർഷനുള്ള ടാബ്ലറ്റ്സ് ഉണ്ട് കേട്ടോ, എന്നാലും ഏറെക്കുറെ വരുന്നത് വൈഫൈ വേർഷനാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് 10000 mAh ബാറ്ററി, ഡോൾബി വിഷൻ, ഡോൾബി ആറ്റ്മോസ്, അതിനൊപ്പം തന്നെ 2.5K ഡിസ്പ്ലേ, അങ്ങനെ എല്ലാത്തിനും തന്നെ പവർ പാക്ഡ് ഹാർഡ്വെയർ ആയിട്ട് വരുന്ന ഒരു ടാബ്ലറ്റാണ് പോക്കോ പാഡ് 5G. ഇതിൻ്റെ വളരെ ക്വിക്കായ ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സും ഇതിൻ്റെ എക്സ്പീരിയൻസും നമ്മൾ പറയുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോക്കോ പാഡ് 5G ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് പോക്കോ പാഡ് 5Gൻ്റെ ബോക്സ് പാക്കേജ്. ഇവിടെ എഴുതിയത് കാണാം ഡോൾബി വിഷൻ, ഡോൾബി ആറ്റ്മോസ് എഴുതിയത് കാണാം. ഇനി ബോക്സിൻ്റെ ബാക്കിൽ നമുക്ക് കാണാം 2.5K ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റ്, സ്നാപ്ഡ്രാഗൺ 7S Gen 2 പ്രോസസ്സർ, 5G ഉണ്ട്, ക്വാഡ് സ്പീക്കേഴ്സ്, ഡോൾബി വിഷൻ, ഡോൾബി ആറ്റ്മോസ്, ഹൈ റെസ് ഓഡിയോ സപ്പോർട്ട്, 10000 mAh ബാറ്ററി, 33 watt ചാർജിങ്. അതിനൊപ്പം തന്നെ പോക്കോ സ്മാർട്ട് പെൻ, പോക്കോ കീബോർഡും കാണാം, ഡോൾബി വിഷനും ആറ്റ്മോസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കോബാൾട്ട് ബ്ലൂ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. 8GB 256GB സ്റ്റോറേജ് ആണ്. ഇത് രണ്ടും സെപ്പറേറ്റ്ലി സോൾഡ് ആണ്. അതായത് കീബോർഡും പെന്നും നമ്മളതിൽ വന്നിട്ടില്ല. പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ എനിക്ക് തോന്നുന്നു 25,000 റുപ്പീസിന് താഴെ ആയിരിക്കും വരെ. 5G ടാബ്ലറ്റ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കുറച്ച് 20,000 എബോവ് ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ ഇതാണ് ഡിവൈസ്, നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് കോബാൾട്ട് ബ്ലൂ എന്ന് പറയുന്ന കളർ. കണ്ടില്ലേ, ബ്ലൂ കളറാണ്. ഇവിടെ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ, നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് കളറാണെന്ന് പറയാം കേട്ടോ. കാരണം നല്ലൊരു ഭംഗിയുണ്ട് ആക്ച്വലി. ബ്ലൂ കളർ ഡ്യുവൽ കളറിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ നമുക്ക് ഒരു സ്ലൈറ്റ്ലി ഡാർക്കർ ബ്ലൂ, ഇവിടെ കുറച്ചും കൂടി ലൈറ്റർ ബ്ലൂ ആണ്. രണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ക്യാമറ സെറ്റപ്പ് കാണാം. 8 MP റിയർ ക്യാമറ, LED ഫ്ലാഷും കാണാം. ഇവിടെ ഇത് എന്തിനാ വെച്ചാൽ ആൻറ്റിന ബാൻഡ്സിന് വേണ്ടിയിട്ടാണ്, 5G ആൻറ്റിന ബാൻഡ്സിന് വേണ്ടിയിട്ടാണ്. ഇത് ആക്ച്വലി മെറ്റലും ഇത് പ്ലാസ്റ്റിക്കുമാണ് വരുന്നത്. ഇനി ഫ്രണ്ട് പാനലിൽ നമുക്ക് ഇവിടെ ഫ്രണ്ട് സൈഡിൽ ഇവിടെ നമുക്ക് വോളിയം കീസാണ്, സിം ട്രേ കാണാം, പിന്നെ മൈക്രോഫോൺസ് കാണാം. സൈഡിൽ 2 സ്പീക്കർ, ഈ സൈഡിൽ 2 സ്പീക്കർ, USB Type-C പോർട്ട്, 3.5mm ഓഡിയോ ജാക്കും ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ നമുക്ക് പവർ ബട്ടണാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ഹാർഡ്വെയർ പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇതൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ടാബ്ലറ്റ് ബൂട്ട് ചെയ്യുമ്പോൾ ബാക്കി എന്തൊക്കെ ബോക്സിൽ വരും നമുക്ക് നോക്കാം. നമുക്കിവിടെ ഒരു 33 watt അഡാപ്റ്റർ, ഇതില്ലേ 33 watt അഡാപ്റ്റർ, പിന്നെ നമുക്കൊരു USB Type-C ചാർജിങ് കേബിളാണ്. അതിനൊപ്പം തന്നെ നമുക്കൊരു മാനുവലാണ് കൊടുത്തിരിക്കുന്നത്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ പോക്കോ പാഡ് ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ലാർജ് 12.1 inches ഡിസ്പ്ലേ കാണാൻ നിങ്ങൾക്ക്. ഇത് നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ്. അറൗണ്ട് 500 nits ഓഫ് ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല വിവിഡ് ഡിസ്പ്ലേ ആണ്. IPS LCD പാനലാണെങ്കിൽ നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ഡിസ്പ്ലേ ആണ്. അതിനൊപ്പം തന്നെ ഡോൾബി വിഷനും സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് OTT പ്ലാറ്റ്ഫോംസിലൊക്കെ കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ടച്ച് റെസ്പോൺസ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല. നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി ഡെഫിനറ്റ്ലി നല്ലതാണ്. നല്ല ക്രിസ്പ് ആൻഡ് വൈബ്രന്റ് ഡിസ്പ്ലേ ആണെന്ന് പറയണതിൽ ഒരു ഡൗട്ടും ഇല്ല. പിന്നെ ബെസൽസ് ഒബ്വിയസ്ലി ഒരു ബഡ്ജറ്റ് ടാബ്ലറ്റിന് വേണ്ട ആ ഒരു ബെസൽ എക്സ്പീരിയൻസ് ഒക്കെ തന്നെ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും പരാതികളൊന്നും പറയാനില്ല. ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് പോകാം. ഇതിനകത്ത് വരുന്ന HyperOS ആണ്. Android 14 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത്. HyperOS നമുക്കറിയാലോ, ഷോമിൻ്റെ ലേറ്റസ്റ്റ് MIUI റീപ്ലേസ് ചെയ്ത HyperOS ആണ്. അപ്പോൾ ഇതിലും HyperOS ആണ് ബൈ ഡിഫോൾട്ട് വരുന്നത്. അതിനൊപ്പം തന്നെ Android 14 ഔട്ട് ഓഫ് ദ ബോക്സ്. നമുക്ക് പെട്ടെന്ന് തന്നെ UI എന്തൊക്കെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് അബൌട്ട് ടാബ്ലറ്റ്, ഡിവൈസ് നെയിം കാണാം. OS പോക്കോ വേർഷൻ ഫോർ ഇത് പോക്കോൻ്റെ 1.0.2 ആണ്. പോക്കോ പാഡ് 5G 256GB സ്റ്റോറേജ് ആണ്. 14 ആൻഡ്രോയിഡ് വേർഷൻ വരുന്നത്. പിന്നെ ഫീച്ചേഴ്സ് ഫോർ ടാബ്ലറ്റ് എന്ന് പറഞ്ഞത് നമുക്ക് ഫ്ലോട്ടിംഗ് വിൻഡോ, കോൺഫറൻസ് ടൂൾ, പാരലൽ വിൻഡോസ്, ഇതൊക്കെ ഷോമിൻ്റെ ടാബ്ലറ്റ് വരുന്ന അതേ UI എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതിൽ ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ, പിന്നെ ഇതിൻ്റെ കണക്ടിവിറ്റി ഓപ്ഷൻ ഉണ്ട്. അതായത് ഷോമിൻ്റെ CV സീരീസും അതേപോലെ ഷോമി 14 സീരീസൊക്കെ ആയിട്ട് കണക്ടിവിറ്റി ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫോണായിട്ട് ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ. പിന്നെ ബാക്കി നമുക്ക്
ഈ യൂസർ എക്സ്പീരിയൻസ് ഏറെക്കുറെ സെയിം ആണ്, ഫോണിൽ കിട്ടുന്ന അതേ യൂസർ എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ നമുക്കിവിടെ റിഫ്രഷ് റേറ്റ് ഉണ്ടല്ലോ, ഡീഫോൾട്ട് റിഫ്രഷ് റേറ്റ് ആണ്. നമുക്കിവിടെ കസ്റ്റം റിഫ്രഷ് റേറ്റ് 120 ഹെർട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 120 ഹെർട്സിൻ്റെ ഓപ്ഷനും കിട്ടുന്നത്. അപ്പോൾ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ്. ജസ്റ്റ് സപ്പോർട്ട് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാണ്. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്ഷനായി. ഇനി ഗാലറിയിൽ എടുക്കാം, സ്പ്ലിറ്റ് സ്ക്രീനായി. ഇനി എനിക്ക് ഇവിടെ നിന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് പോപ്പപ്പ്, അതായത് ഫ്ലോട്ടിംഗ് വിൻഡോയിലേക്ക് കൊടുക്കാതെ ഒരു ഫ്ലോട്ടിംഗ് വിൻഡോ, അങ്ങനെ 4 ഫ്ലോട്ടിംഗ് വിൻഡോ കൊടുക്കാം. 2 ഫ്ലോട്ടിംഗ് വിൻഡോ, 2 സ്പ്ലിറ്റ് സ്ക്രീൻ, അങ്ങനെ 4 വിൻഡോസ് നമുക്ക് അറ്റ് ദ സെയിം ടൈം യൂസ് ചെയ്യാം. അപ്പോൾ മൾട്ടി ടാസ്കിങ് ഓപ്ഷൻസ് നല്ലതാണ്. ഇവിടെ കണ്ടില്ലേ, ആ വിൻഡോ ഇതേപോലെ തന്നെ ഇരിക്കുന്നുള്ളതാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ്. പ്രത്യേകിച്ച് നമുക്ക് മൾട്ടി ടാസ്കിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. കാരണം സ്പ്ലിറ്റ് സ്ക്രീൻ 2 ആക്കും, അതിനൊപ്പം തന്നെ 2 ഫ്ലോട്ടിംഗ് വിൻഡോസും കൊടുക്കാം. അതിനൊപ്പം തന്നെ ഷോമീൻ്റെ ഇൻ്റർ കണക്ടിവിറ്റി ഓപ്ഷൻസിൽ, അപ്പോൾ നമ്മൾ ഷോമീൻ്റെ സ്മാർട്ട് ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇൻ്റർ കണക്ടിവിറ്റി ഓപ്ഷൻസിൽ സ്മാർട്ട് ഫോൺ മിറർ ചെയ്യാം. പിന്നെ ഫയൽ ട്രാൻസ്ഫർ ഒക്കെ വളരെ അനായാസം നടക്കും. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അല്ലാതെ Android 14 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ Snapdragon 7S Gen 2 ആണ് വരുന്നത്. UFS 2.2 സ്റ്റോറേജ് സപ്പോർട്ടും LPDDR4X റാമാണ്. ഏറെക്കുറെ ഒരു ബഡ്ജറ്റ് ടാബ്ലറ്റ് വേണ്ട സ്പെസിഫിക്കേഷൻ ഒക്കെ തന്നെയാണ്. പിന്നെ Snapdragon 7S Gen 2 കുഴപ്പമില്ലാത്തൊരു ചിപ്പാണ്. ഒരു ബഡ്ജറ്റ് ടാബ്ലറ്റ് നിലയ്ക്ക് ഏറെക്കുറെ നല്ല എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ ലാഗ് ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. നല്ല റെസ്പോൺസീവ് ആണ്. പിന്നെ 5G സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ എയർടെലും ജിയോ നമുക്ക് 5G സിം കാർഡ് ഇട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും അഡീഷണൽ ഓപ്ഷനാണ്. കാരണം ട്രാവലൊക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയ ഒരു ഓപ്ഷനാണ് 5G ടാബ്ലറ്റ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കീബോർഡും പെന്നും ഇൻപുട്ടും അഡീഷണൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മൾ ലോങ് ട്രാവലൊക്കെ നടത്തുകയാണെങ്കിൽ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി കീബോർഡ് നമുക്ക് അഡീഷണൽ വാങ്ങാം. പോക്കോൻ്റെ കീബോർഡും അതേപോലെ തന്നെ പോക്കോൻ്റെ സ്റ്റൈലസും ഇൻക്ലൂഡാണ്. അത് ആക്സസറീസാണ്, ബോക്സിനകത്ത് വരുന്നില്ല. ഇനി ഇതിൻ്റെ ക്യാമറയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു 8 മെഗാപിക്സൽ റിയറും 8 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ്. നമുക്ക് ക്യാമറ UI ഒന്ന് വളരെ പെട്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ക്യാമറ UI. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് വീഡിയോ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ 1080p റെസൊല്യൂഷനാണ് മാക്സിമം സപ്പോർട്ടഡ്. 1080p 30 FPS ആണ് സപ്പോർട്ടഡ്. അതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഫോട്ടോ മോഡ്, നൈറ്റ് മോഡും ഉണ്ട്. ഏറെക്കുറെ ഒരു ബേസിക് ക്യാമറ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല. ജസ്റ്റ് 8 മെഗാപിക്സൽ റിയറും ഫ്രണ്ട് ക്യാമറയും. അത് ഏറെക്കുറെ നമുക്ക് വീഡിയോ കോൾസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം പോക്കോ പാഡ് 5G എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ജസ്റ്റ് ഒരു കുഴപ്പമില്ലാത്തൊരു ക്യാമറ എക്സ്പീരിയൻസ് പറയാം. വീഡിയോ കോൾസിനൊക്കെ കുഴപ്പമില്ല. എന്നാൽ ബേസിക് ക്യാമറ നമ്മൾ പൊതുവേ ടാബ്ലറ്റ് എടുത്ത് ഫോട്ടോ എടുക്കില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക് എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10,000 mAh ബാറ്ററിയും അതിനൊപ്പം തന്നെ 33 വാട്ട് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. 33 വാട്ട് ചാർജിങ് 10,000 mAh ഡെഫിനറ്റ്ലി കുറച്ച് സമയം എടുക്കും. ഓൾമോസ്റ്റ് 2 hours മുകളിൽ എടുക്കുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ബഡ്ജറ്റ് ടാബ്ലറ്റ് അഗെയിൻ 67 വാട്ട് കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നുന്നത്. എന്നാലും കുഴപ്പമില്ല. 10,000 mAh ബാറ്ററി ഉണ്ട്. ബാറ്ററി ലൈഫ് നല്ലതായിട്ട് എനിക്ക് തോന്നി. കുഴപ്പമില്ല. ഇനീഷ്യൽ ടെസ്റ്റിംഗ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, ഡീറ്റെയിൽ ആയി ടെസ്റ്റിംഗ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു വേർഡിക്റ്റ് പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ എനിക്ക് ബാറ്ററി ലൈഫ് കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ അതാണ് പോക്കോ പാഡ് 5G. അപ്പോൾ നല്ലൊരു ബഡ്ജറ്റ് 5G ടാബ്ലറ്റാണ് പോക്കോ ഓഫർ ചെയ്തിരിക്കുന്നത്. 5G എക്സ്പീരിയൻസ് ഉണ്ട്, നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉണ്ട്. അതിനൊപ്പം തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല ബഡ്ജറ്റ് ടാബ്ലറ്റ് എന്നുള്ളതിലേക്ക് പോക്കോ പാഡ് ഒരു നല്ല ഓഫറിംഗ് ആണെന്ന് പറയാം. ഇതിനകത്ത് കീബോർഡും പെൻ ഇൻപുട്ട് നിങ്ങൾക്ക് അഡീഷണൽ മേടിക്കാവുന്നതാണ്. ഞാനത് ടെസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഏറെക്കുറെ നമ്മുടെ റെഡ്മി പാഡ് പോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു പോക്കോ പാഡ് 5Gൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.